നമസ്കാരം, വെൽക്കം ടു ദി ഷോ. മലയാള സിനിമ ഓരോ കാലത്തും ഓരോരുത്തരുടെ കയ്യിൽ ഭദ്രമാണ്. ചില സമയത്ത് നമ്മൾ 80s ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഡയറക്ടേഴ്സ് പത്മരാജൻ സാറിനെ പോലെയും ഭരതൻ സാറിനെ പോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ മലയാള സിനിമ ഭദ്രമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയും മലയാള സിനിമയെ സംരക്ഷിക്കുന്നതും ഒരു കൂട്ടം യുവ സംവിധായകരാണ്, അല്ലെങ്കിൽ നല്ല തിരക്കഥാകൃത്തുക്കളാണ്. അപ്പോൾ അത്തരത്തിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഒരുപാട് യങ്സ്റ്റേഴ്സ് മലയാള സിനിമയ്ക്ക് പ്രോമിസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇടക്കാലത്ത് ഇറങ്ങിയ സിനിമകളുടെ സക്സസ് എല്ലാം അതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ അർജുൻ പ്രഭാകർ, ഗോകുൽ എന്ന രണ്ട് സംവിധായകർ ചേർന്ന് നിർമ്മിച്ച 32-ാം അധ്യായം 23-ാം വാക്യം എന്ന ചിത്രത്തിൻ്റെ അണിയറ ശില്പി, അല്ലെങ്കിൽ ആ സിനിമയുടെ ഹീറോയോടൊപ്പമാണ് ഇന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം ദ ചാമിങ് ഹോസ്റ്റ് ആൻഡ് ഹാർട്ട് ത്രോബ് ഓഫ് മില്യൺസ് ഓഫ് ഗേൾസ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോൾ ലെറ്റ്സ് വെൽക്കം GB. താങ്ക് യു. വെൽക്കം മാം. താങ്ക് യു. ഇന്ന് നല്ല ടെൻസ്ഡാണെന്നറിയാം. ബിക്കോസ് ഈ ഫിലിം ഹ്യൂജ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഗോവിന്ദിന്റെ പെർഫോമൻസ് ആണ്. സോ ഇറ്റ്സ് ഗോയിങ്. അങ്ങനെ ഭയങ്കരമായ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ അതിനൊരു ഡീസൻറ്റ് റിവ്യൂ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ റിവ്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു ഭയങ്കര കമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൻ മാസ് ഒരു സ്വഭാവമുള്ള സിനിമയല്ല. ഇതൊരു ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, ഈ കടങ്കഥകൾ ഇഷ്ടപ്പെടുന്ന, പസിൽ സോൾവിങ് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഓഡിയൻസിൽ നിന്നും ഞങ്ങൾ വിചാരിച്ച ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പെർഫോമൻസിനെ കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്. വിളിച്ച ആൾക്കാർ വന്ന എഡ്ജ് ഓഫ് ദ സീറ്റ്സിലാണ് അവർ സെക്കൻഡ് ഹാഫിൽ ഇരുന്ന് കാണുന്നത്. അത്രയും സെക്കൻഡ് ഹാഫാണ് ശരിക്കും ഫിലിം ക്യാരി ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ ചെറിയ ഒരു ലാഗ് അല്ലെങ്കിൽ ചെറിയൊരു സ്ലോനെസ് ഉണ്ട്. പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം എപ്പോഴും സെക്കൻഡ് ഹാഫാണ് ഒരു ഫിലിമിന് സ്ട്രെങ്ത് വേണ്ടത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഹാഫ് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഇച്ചിരി സ്ലോ ആക്കേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ വിചാരിച്ച ഒരു ഇമ്പാക്റ്റ് ഓഡിയൻസിന് കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പെർഫോമൻസ് ലെവൽ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്കത് പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുടെ ഈ ഡബിൾ റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ആ ഒരു ഭാഗ്യം കിട്ടുന്നത്. ഗോവിന്ദിന് അത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഡബിൾ റോൾ ചെയ്ത് നല്ല പേടി ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. കാരണം പേടിയെന്നല്ല, ഒരു ഭയങ്കര എക്സ്പെരിമെൻറ്റേഷനാണ് ഞാൻ ചെയ്തത് അതിൽ. ഇപ്പോൾ ഫ്രെഡി എന്നുള്ള ക്യാരക്ടറിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത്. പക്ഷേ അതെനിക്ക് അറിയായിരുന്നു. അത് ഞാൻ വലിയ കുഴപ്പമില്ലാതെ ഡീസൻ്റായി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അഭിപ്രായം കിട്ടും. കാരണം അത്രയും ചാലഞ്ചിങ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വൃത്തിയായി ചെയ്താൽ മതി. ജോൺ റയൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഡ്രാമാറ്റിക് ആണ് ക്യാരക്ടർ. ഡയറക്ടേഴ്സിനും ഒരു ഡ്രാമാറ്റിക് സാധനം വേണം അതിനകത്ത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഡ്രാമാറ്റിക് ആയിട്ട് തന്നെയാണ് ആ ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരാൾ റിയലായി നിൽക്കുമ്പോൾ ഒരാൾ ഒരു ഫിക്റ്റീഷ്യസ് ഇച്ചിരി ഡ്രാമാറ്റിക് ആയിട്ടാണ്. അത് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ഹോസ്റ്റ് ആയതിനു ശേഷം മേ ബി ഒരു അവതരണത്തിൻ്റെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം എന്നെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് പോയത്. എനിക്ക് തോന്നുന്നത് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ധൈര്യപ്പെടില്ല ആ ക്യാരക്ടറിനെ ഇങ്ങനെ ഡീൽ ചെയ്യാം. കാരണം ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വന്നുകൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോഴും പാളിപ്പോവാണെങ്കിൽ അതൊരു പഠനം അത്ര എന്നുള്ള രീതിയിലുള്ളൊരു ധൈര്യം വന്നു അത് ചെയ്യാൻ. പക്ഷേ ഭാഗ്യത്തിന് അത് റൈറ്റ് സ്പിരിറ്റിൽ ആൾക്കാർ എടുത്തത് മാത്രമല്ല, പെർഫോമൻസിന് നല്ല അഭിപ്രായം വരുമ്പോൾ നമുക്കൊരു സുഖമാണ് ശരിക്കും. ഗോവിന്ദ്, ഒരുപാട് ആൾക്കാർ മടിക്കുന്ന കാര്യമാണ് ടി വിയിലേക്കൊരു എൻട്രി, അല്ലെങ്കിൽ ഒരുപാട് പേര് വരുമ്പോൾ റിജക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ടെലിവിഷനിലേക്ക് പോയാൽ ഇനി സിനിമ കിട്ടാണ്ടിരിക്കുമോ? ഒബ്വിയസ്ലി ഒരുപാട് സിനിമ പ്രൂവ് ചെയ്ത് ഗോവിന്ദ് വന്നൊരു ബ്രേക്കിന് ശേഷം ഗോവിന്ദ് ടെലിവിഷൻ സ്പേസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ശരിക്കും സിനിമ? ഫ്രാങ്ക്, ഇതേ പേടി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ 2 തവണ നോ പറഞ്ഞു. അവരെന്നെ വിടാതെ പിന്തുടർന്നു. അവസാനം അവരെന്നെ കൺവിൻസ് ചെയ്തെടുത്തു. അതിൻ്റെ ഷോ ഡയറക്ടർ യമുന എന്നെ അതൊരു അവതാരകന്റെ സ്പേസ് അല്ലെന്നും അതൊരു എൻ്റർടൈനറുടെ സ്പേസ് ആണെന്നും ബാക്കി നിങ്ങളുടെ പെർഫോമൻസിനും നിങ്ങളുടെ കഴിവിനും അനുസരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആ സമയത്ത് കൺവിൻസ് ചെയ്തു. പക്ഷെ അന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു മൈലേജ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ആ സമയത്ത് ഞാൻ വളരെ സജീവമായി സിനിമ ചെയ്യാത്തതുകൊണ്ടും ഞാനൊരു ഭയങ്കര പോപ്പുലർ സ്റ്റാർ അല്ലാത്തതുകൊണ്ടും എനിക്ക് വേറെ അതിഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു മീഡിയയാണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ സിനിമ ചെയ്യാം, ഞാൻ ഈ അവതരണം എന്നുള്ളൊരു സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഒരു 10 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു ആക്ടറാണെന്നുള്ള ഇമേജ് കോൺഷ്യസ് അതൊക്കെ പോയി. പിന്നെ ഞാൻ ഞാനായി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ക്യാമ്പസിൽ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം എങ്ങനെയാണോ അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ഇമേജിനെ കുറിച്ച് ബോധർ ചെയ്യാതെ ഞാനായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവരെന്നെ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നോട് കൂടിയിട്ട് ശരിക്കും കേരളത്തിലെ ജനങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളായി മാറി. കാരണം അവരൊക്കെ നമ്മളായിട്ട് റിലേറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ചിലപ്പോൾ ഈ ഗോവിന്ദ് പത്മസൂര്യ എന്നുള്ള വ്യക്തിയെ GP എന്ന ഓപന പേരിൽ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങിയത്.
അത് ഞാൻ പ്രതീക്ഷിക്കാത്ത മൈലേജ് ആയിരുന്നു. കാരണം ഞാൻ സിനിമ ചെയ്ത് ആ സിനിമ ഹിറ്റായിട്ട് ആളുകളിലേക്ക് എത്താൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 10 ഇരട്ടി മൈലേജാണ് എനിക്ക് ഈ ഒരു ടെലിവിഷൻ ഫീൽഡ് തന്നത്. അത് ഒന്നെന്തായിരുന്നു വെച്ചാൽ ഞാനൊരു ടെലിവിഷൻ ഓഡിയൻ ആയിരുന്നില്ല, ഞാൻ ഇന്നേ ഒരു റിയാലിറ്റി ഷോ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഇതിൻ്റെ റീച്ചിനെ കുറിച്ചോ ഇതിൻ്റെ ഓഡിയൻസിനെ കുറിച്ചോ അവർക്ക് ഈ അതിലുള്ള ആളുകളെ കുറിച്ചുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ചൊന്നും എനിക്കറിയുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മാത്രമല്ല, വീട്ടിലെല്ലാവരും അച്ഛനടക്കം എൻ്റെ അടുത്ത് അവിടെ പറഞ്ഞാണ് ഈ ഷോയിൽ പോകുന്നുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ചില്ല. അതിനെക്കുറിച്ച് ഞാനേ വിചാരിച്ചിട്ടില്ല. അതൊരു ഭയങ്കര കുറച്ചുകൂടെ അടുപ്പമായ ആൾക്കാരല്ലേ പോകുമ്പോൾ. സത്യം, ശരിക്കും ഞാനിപ്പോൾ എല്ലായിടത്തും പോയാൽ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ആളുകൾ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്നെ ഒരു പരിചയക്കാരൻ, എന്നെ എത്രയോ കാലമായിട്ട് പരിചയമുള്ള പോലെ അവർ അവിടെ പലരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി ചിലപ്പോൾ ഒരു ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് സംശയം തോന്നും, ഇവരെൻ്റെ റിലേറ്റീവ് ആണോ അതോ ഇവർ, കാരണം ആ സംശയം ഉണ്ടാവും. കാരണം അത്രയും കൂളായിട്ട് ഇടപഴകുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ചോദിക്കുന്ന പോലെയാണ്, പേളിയെന്ന് പറയുന്നു, മാസ്റ്റർ സുഖമായിരിക്കുന്നല്ലോ, അങ്ങനെ ആ ചോദ്യങ്ങളുണ്ടല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദുബായിൽ പോയിട്ട് ഞാൻ എന്തോ ഒരു സംഭവം, ഒരു സെൽഫി എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ തല കുത്തി നിന്നൊക്കെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അപ്പുറത്തുനിന്ന് ഒരു മലയാളി പറയും, ഞാൻ പ്രസന്ന മാസ്റ്റർ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പൊ ആ ഒരു ബന്ധം അത്രയ്ക്ക് അടുപ്പമാണ്. മടിക്കും. ആ ഒരു ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ എല്ലായിടത്തും സുഹൃത്തുക്കളും എല്ലായിടത്തും ബന്ധുക്കളുമാണ്. ഇപ്പോൾ അതൊരു സുഖമുള്ള ഫീലാണ്, നല്ല സുഖമുള്ള ഫീലാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 യുവ സംവിധായകരാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഈ സിനിമയിലൂടെ. അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അവരെക്കുറിച്ച് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം ഈ സിനിമയിൽ അതായിരുന്നു. കാരണം 22 വയസ്സും 24 വയസ്സുമുള്ള 2 ചെറുപ്പക്കാർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ക്രിപ്റ്റും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. കാരണം GP എന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കാൻ സാധ്യതയുള്ളത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള, കുറച്ച് കോമഡി ഉള്ള, കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ, അങ്ങനത്തെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കാം സ്വാഭാവികം. കാരണം ഇപ്പം എനിക്ക് കിട്ടുന്ന ആട്രിബ്യൂട്ട്സ് അങ്ങനെയാണ്. പക്ഷെ അതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള, ഒരു പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നായകൻ്റെ, സ്വാഭാവികമായിട്ടും ഒരു പൃഥ്വിരാജിനോ അല്ലെങ്കിൽ ഫഹദ് ഫാസിനെയോ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി. അവർ പറഞ്ഞു, ഇത് ചേട്ടനൊരു ചാലഞ്ചാണ്, ഇത് ചെയ്യിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും അതൊരു ചാലഞ്ചാണ്, ഇതാണ് ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതും ഇത്രയും ചെറിയ 2 പിള്ളേർ വന്ന് എൻ്റെ പ്രായത്തേക്കാൾ കുറഞ്ഞ പ്രായമുള്ള ഒരു സംവിധായകരായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഞാനൊരു 5-6 സിനിമ അഭിനയിച്ചാലൊന്നും അങ്ങനെയല്ലല്ലോ. സ്വാഭാവികമായിട്ട് എന്നെക്കാളും വളരെ മൂത്ത ആൾക്കാരുമായിട്ട് ഞാൻ എപ്പോഴും അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു എക്സൈറ്റിംഗ് ഫാക്ടറായി തോന്നി. പിന്നെ അവരുടെ ഒരു അംബീഷൻ, അവരുടെ ഈ ഇത്ര ചെറിയൊരു പ്രായത്തിൽ സിനിമയിൽ എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടാക്കണം. നിയോ സ്കൂളിൽ പഠിച്ചിറങ്ങിയതാണ്, നമ്മുടെ സിബി സാറിൻ്റെ ശിഷ്യന്മാരാണ്. പക്ഷെ അവരെ അസിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ആരും. അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. റിസ്ക് ആണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ GP ഇത്രയും പോപ്പുലർ ആയതിനു ശേഷം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ക്രൂഷ്യൽ സാധനമാവാൻ സാധ്യതയുള്ള സാധനമാണ്. അത് ഞാൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത പുതിയ 2 പിള്ളേരുടെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ റിസ്ക് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നി എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണം, അവരിൽ നിന്ന് എനിക്ക് കുറെ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ സിനിമയിൽ സജീവമാണ്. അപ്പം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു നടനെ സപ്പോർട്ട് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ നടൻ്റെ ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് വരുന്നു. ഫോർ എക്സാമ്പിൾ നിവിൻ്റെ കാര്യം എടുക്കുക, നിവിൻ പോളി ഒരു സ്റ്റാറാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുണ്ട്, പുള്ളിയെ ബാക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിലൊരു ഗ്രൂപ്പ് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടനും പ്രിയദർശനും അങ്ങനെ ഒരു ഗ്യാങ് ആണ്. അത് അതിനുശേഷം ഫോം ചെയ്തത്. ഇത്തരം ഗ്രൂപ്പിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് പുറത്തെടുക്കാൻ പറ്റുക, നമുക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുക, ചമ്മലില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുക. ചിലപ്പോൾ ഏറ്റവും കംഫർട്ട് സോണിൽ ഉള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തു പോകാൻ സാധിക്കും. പക്ഷേ എനിക്ക് സിനിമയിൽ ഇതുവരെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ടില്ല. ഞാൻ അതിന് മാത്രം സിനിമകൾ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ ഞാൻ മീഡിയ സ്റ്റഡീസ് ചെയ്യുമ്പോഴും MBA ഇൻ മീഡിയ ചെയ്യുമ്പോഴും ബോംബെയിലായിരുന്നു ഞാനത് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവരാരും മലയാളം സിനിമ ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആ ഒരു ഫ്രണ്ട് സർക്കിൾ പോലെയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഇപ്പോൾ പേളി, പ്രിയാമണി, പ്രസന്ന മാസ്റ്റർ, നീരവ് ജി, അവർ അത് ഒരു ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. GPയോ അല്ലെങ്കിൽ പേളിയോ അല്ലെങ്കിൽ പ്രിയാമണിയോ അങ്ങനെയല്ല, ആ ഒരു ഗ്രൂപ്പ് ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അത് വർക്ക്ഔട്ട് ആവുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ. ആസ് ഓഫ് നൗ ഞാൻ സിനിമയിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ ഞാൻ വർക്ക് ചെയ്ത പലരും ഇനിയും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നൊരു പോസിറ്റീവ് കാര്യമാണ്. ഇപ്പോൾ ഈ പിള്ളേരാണെങ്കിലും അതെ,
അതല്ല ഞാൻ മുമ്പ് ചെയ്ത സിനിമയിലത്തെ ആളുകളും പല സ്ക്രിപ്റ്റുകളും എനിക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ GP കുറച്ചുകൂടെ പോപ്പുലർ ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സാധ്യതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇനിയും നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യം. അതുപോലെ GP അടയാളങ്ങളൊക്കെ ചെയ്ത് അത്രയും നല്ല രീതിയിൽ പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ സമയത്താണ് നല്ല പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ ആരും സാധാരണ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സിനിമ ഉണ്ടാവോ ഇല്ലയോ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. അപ്പോൾ ആ സമയത്ത് ആ ബ്രേക്ക് എടുക്കാനുള്ള കാരണം ബ്രേക്ക് എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഇത്ര വലിയ വലിയ സിനിമകളുടെ ഭാഗമാവുമെന്ന് ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അടയാളങ്ങൾ പോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിനിമയുടെ ഭാഗവും ഡാഡി കൂൾ IG പോലെയുള്ള വലിയ ബ്രാൻഡഡ് സിനിമകളുടെ ഭാഗമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, സിനിമയുടെ രീതികൾ. പക്ഷേ ഇഷ്ടമായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം എന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ട് സിനിമയിലായിക്കൂടാ എന്ന് ചിന്തിച്ചു. അപ്പോൾ സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരു നിർമ്മാതാവിൻ്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. MBA ഇൻ മീഡിയ എൻ്റർടൈൻമെൻറ്റ്, സിനിമ എൻ്റെ സ്പെഷ്യലൈസേഷനൊക്കെ എടുത്തു. പക്ഷെ അത് ബോംബെ ഫിലിം സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് ഞാനൊരു മലയാള ഫിലിം ആക്ടറാണെന്നുള്ളത് അവർക്ക് ഇത്ര വലിയൊരു വാല്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ അവരതിലും വലിയ ആൾക്കാരെ കാണുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ ക്യാമ്പസിൽ കരൺ ജോഹറെ പോലെയും അയ്യൻ മുഖർജിയെ പോലെയും സൽമാൻ ഖാനെ പോലെയൊക്കെ ആൾക്കാർ കൂളായിട്ട് കയറി ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഞാൻ മലയാളത്തിൽ ഒരു 3 സിനിമ ചെയ്തു എന്നുള്ള വലിയ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെനിക്ക് ഒരു ആനുകൂല്യങ്ങളും തന്നില്ല ഇൻ ടേംസ് ഓഫ് അറ്റൻഡൻസ്. അപ്പോൾ ഞാൻ വളരെ റെഗുലർ MBA ആയതുകൊണ്ട് ഫുൾ ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്കൊരു ചോയ്സ് ആയിരുന്നു, ഒന്നുകിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, കാരണം ഇവിടെ ബ്രേക്ക് കിട്ടി നിൽക്കുകയാണ്. ഡാഡി കൂൾ പോലെയുള്ള വലിയ സിനിമകളുടെ ഭാഗമായിട്ട് ഇനി എത്രയോ വലിയ വലിയ ഡയറക്ടേഴ്സ് സിനിമ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ MBA. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയത്, ഞാൻ അന്ന് MBA ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു റെഗുലർ MBA ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആ കോഴ്സ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ മീഡിയയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഹെൽപ്പ് ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ ലോങ് റണ്ണിൽ അത് എന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ പ്ലാനിങ്സ് കുറേ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതെനിക്ക് പ്രാക്ടിക്കലി ഹെൽപ്ഫുള്ളായി വരും. എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾ ഇന്റർനാഷണൽ പ്രൊഡക്ഷൻസാണ് ചെയ്യുന്നത്, ടെലിവിഷൻ പ്രൊഡക്ഷൻസ്. അതിൽ എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ പാരലായിട്ട് നടക്കണം. ഞാൻ അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. എൻ്റെ കസിൻ അരവിന്ദ് വേണുഗോപാൽ അതിൻ്റെ മെയിനായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകും. ഷോസ് അല്ല, ഞങ്ങൾ ഇപ്പോൾ പുറത്തുള്ള വലിയ വലിയ ചാനൽസിന് ഇന്ത്യൻ പ്രൊഡക്ഷൻസ് ആവശ്യം വരും, ഇംഗ്ലീഷ് ചാനൽസിനൊക്കെ. അപ്പോൾ അതിന് അവർ നമ്മുടെ കമ്പനീനെ അപ്രോച്ച് ചെയ്യും. നമ്മൾ ഫുൾ ചിലപ്പോൾ അതിൻ്റെ കണ്ടന്റ്, ലൊക്കേഷൻ, അതിൻ്റെ ചിലപ്പോൾ അവരുടെ ഡയറക്ടർ ആയിരിക്കും വരുന്നുണ്ടാവും, ബാക്കി ഫുൾ ക്രൂ നമ്മളായിരിക്കും, നമ്മുടെ ടീമായിരിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ വരുന്ന പ്രൊഡക്ഷൻ ചാലഞ്ചസ്, അവരുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞ് വർക്ക് പിടിക്കാനുള്ള സ്ട്രാറ്റജി, ഇതൊക്കെ ഞാൻ MBA ചെയ്തപ്പോൾ എനിക്ക് അറിഞ്ഞോ അറിയാതെ കിട്ടിയ സാധനങ്ങളാണ്, സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, സിനിമ ഞാൻ തിരിച്ചു വന്നാലും ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തിരിച്ചു വന്നാലും എനിക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. പക്ഷേ MBA അന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല തോന്നിയിരുന്നു. ഇപ്പോൾ തോന്നുന്ന റൈറ്റ് ഡിസിഷൻ ആണ്. കാരണം ഇപ്പോൾ വീണ്ടും എന്നെ ഒരുപാട് വലിയ വലിയ സിനിമകൾ തേടി വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു GP എന്നുള്ള പോപ്പുലാരിറ്റി കിട്ടിയതിന് ശേഷം വലിയ ഡയറക്ടേഴ്സ്, വലിയ ബാനേഴ്സ് എനിക്ക് സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ 32 അധ്യായം 23 വാക്യത്തിന് തരക്കേടില്ലാത്തൊരു റിവ്യൂ കിട്ടിയത് അതും പോസിറ്റീവ് ആവുന്നുണ്ട്. ഒരു ആസ് ആൻ ആക്ടർ നല്ലൊരു പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്.